വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ UDF-ൽ ഭിന്നത കിടക്കുന്നുണ്ട്. എക്സൈസ് മന്ത്രി അറിയാതെയാണ് ഈ പ്രഖ്യാപനം എന്ന് വ്യക്തമായതോടുകൂടി കൂടിയാലോചനകൾ ഇല്ലാതെ മുഖ്യമന്ത്രി VD സതീശൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു എന്ന ആക്ഷേപവും ശക്തമായി. മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തി എല്ലാ വകുപ്പുകളിലും പിടിമുറുക്കുകയാണോ മുഖ്യമന്ത്രി എന്ന ചോദ്യം പ്രതിപക്ഷത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദവും നേരത്തെ UDF സർക്കാരിനെ വെട്ടിലാക്കിയിരുന്നു. മദ്യത്തിന്റെ നികുതി ഇളവിൽ ദുരൂഹതയുണ്ടോ എന്ന വിഷയം നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഞാൻ പോകുന്നു നേരെ ന്യൂസ് ആംഗിളിലേക്ക്. ദേവൻ MP ആണ് വിശകലനങ്ങളുമായി ചേർന്നത്. ദേവൻ, ഗുഡ് മോർണിംഗ്. ഇതിൽ ബജറ്റിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതിൽ സത്യം പറഞ്ഞ വകുപ്പ് മന്ത്രി പോലും സർപ്രൈസ്ഡ് ആയിപ്പോയി എന്നുള്ള കാര്യം പിന്നെയാണ് നമ്മളൊക്കെയും അറിഞ്ഞത്. ഇതിൽ പ്രതിപക്ഷത്ത് നിന്നും രൂക്ഷ വിമർശനമുണ്ട്. ഇന്നലെ ലിജു കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനും അത്ര കണ്ട് പറഞ്ഞ് സംഭവം ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. നിലവിൽ എന്താണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക? UDF മന്ത്രിസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രി എല്ലാ വകുപ്പുകളിലും കൈവയ്ക്കുകയാണോ, വകുപ്പ് മന്ത്രിമാരെ പോലും അറിയിക്കാതെ? ഗുഡ് മോർണിംഗ് സേതു. അതായത് LDF സർക്കാരിൻ്റെ മദ്യനയത്തെയും എലപ്പുള്ളി ഡിസ്റ്റിലറി ബ്രൂവറിയെയും എല്ലാം തന്നെ എതിർത്തിരുന്ന UDF സർക്കാർ പക്ഷേ അധികാരത്തിലെത്തിയപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് വരുത്തിക്കൊണ്ട് ഒരു മദ്യാസക്തി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതായത് സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം, അതായത് സ്പിരിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിന് ഇപ്പോൾ തത്വത്തിൽ അംഗീകാരമില്ല. അതായത് അതിൻ്റെ നികുതി ഘടന ഇതുവരെയും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സർക്കാർ ഇത് സംബന്ധിച്ച് ചില ഉത്തരവുകൾ അല്ലെങ്കിൽ ചില നയപരമായ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നുവെങ്കിൽ കൂടിയും അതിൻ്റെ നികുതി ഘടനയുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അത് മുന്നോട്ട് പോയിരുന്നില്ല. പക്ഷേ UDF സർക്കാർ അധികാരത്തിലെത്തി ആദ്യ ബജറ്റിൽ തന്നെ അക്കാര്യം അവർ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ, അതായത് 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% വരെ നികുതി നിജപ്പെടുത്തിക്കൊണ്ടൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് 251 എന്നുള്ള പൊതുവായിട്ടുള്ള നികുതിയിൽ നിന്നും ഇളവ് വരുത്തിക്കൊണ്ട് 175-ഉം 120% അതിൻ്റെ നികുതി നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി മുതൽ പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ ബഹിരാഷ്ട്ര കമ്പനികളെല്ലാം തന്നെ കേരളത്തിൻ്റെ ഒരു മാർക്കറ്റ് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലേക്ക് മദ്യവിൽപ്പനയുമായി എത്തുമ്പോൾ അവർക്ക് വലിയ അളവിൽ മദ്യം വിൽക്കാനുള്ള ഒരു അവസരമാണ് ഇതുവഴി തുറന്നു കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഒരു കാര്യമെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും അത് ബന്ധപ്പെട്ട വകുപ്പായ എക്സൈസ് വകുപ്പുമായി കൂടിയാലോചിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ലിജു പോലും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ധനകാര്യ വകുപ്പിൻ്റെതായിട്ടുള്ളൊരു തീരുമാനം മാത്രമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടിരിക്കുന്നത്. അതായത് ഇത് സംബന്ധിച്ചുള്ള നികുതി ഘടനയുടെ പരിഷ്കാരങ്ങൾ നടത്തേണ്ടത് ധനകാര്യ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ധനകാര്യ വകുപ്പ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ മദ്യം വിപണിയിൽ വരണമോ വേണ്ടേ, അതായത് ഇതിന് വിപണനം നടത്തണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ടത് എക്സൈസ് വകുപ്പ് തന്നെയാണ്. അക്കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ള കാര്യം മന്ത്രി ലിജു പറയുമ്പോൾ സ്വാഭാവികമായും ആ വാക്കുകളിൽ ഒരു അതൃപ്തി പ്രകടമാകുന്നുണ്ട്. കൂടിയാലോചനകളില്ലാതെ മുഖ്യമന്ത്രി നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നിൽ പല വകുപ്പുകളിലും പല മന്ത്രിമാർക്കും ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നു, അതിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. മാത്രമല്ല മറ്റ് വിഷയങ്ങളിലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അങ്ങനെ UDF-നുള്ളിൽ ഇപ്പോൾ ഒരു ഭിന്നതയുടെ സ്വരം ഉയർന്നു വരുന്നു. അതിന് ഏറ്റവും തുടക്കമിട്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. സേതു.